ഗുഹയുടെ നിശബ്ദതയും ഭിത്തികളിലെ വർണ്ണഛായങ്ങളും ചേർന്ന് പറയുന്ന കഥകൾ. 40,000 വർഷങ്ങൾക്ക് മുൻപുള്ള പാലിയോലിത്തിക് കാലഘട്ടത്തിലേക്കും കടലിനടിയിൽ മറഞ്ഞിരിക്കുന്ന വിസ്മയ ലോകമായ കോസ്കർ ഗുഹയിലേക്കുമുള്ള ഒരു യാത്രയാണിത്. 40,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചവരെയാണ് നിയാൻഡർതൽസ് എന്ന് പറയുന്നത്. അങ്ങനെ അക്കൂട്ടർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നാം പാലിയോലിത്തിക് ഏജ് അഥവാ സ്റ്റോൺ ഏജ് എന്നും പറയുന്നു. പാലിയോലിത്തിക് യുഗം എന്നത് പ്രാചീന ശിലായുഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. പാലിയോലിത്തിക് എന്ന പേര് ഗ്രീക്ക് വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. പാലിയോ എന്നാൽ പഴയത് എന്നും ലിത്തോസ് എന്നാൽ കല്ല് എന്നുമാണ് അർത്ഥം. ഈ കാലഘട്ടത്തിലെ പ്രധാന പ്രത്യേകത മനുഷ്യൻ കല്ലുകൾ ആയുധങ്ങളായും ഉപകരണങ്ങളായും ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഈ കാലഘട്ടങ്ങളിൽ അവർ ഗുഹകളിൽ താമസിക്കുകയും ഗുഹാചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തിരുന്നു. തീയുടെ ഉപയോഗം, കല്ലുപകരണങ്ങൾ, മൃഗങ്ങളെ വേട്ടയാടാനുള്ള ആയുധങ്ങൾ എന്നിവ ഈ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകളാണ്. ഈ പാലിയോലിത്തിക് ഏജിനെ നാം മൂന്നായി തരംതിരിക്കുന്നു: ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക് ഏജ്. 27,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരെ അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ കൂട്ടാം. വേട്ടയാടലും ശേഖരണ ജീവിതശൈലിയും ശിലായുഗങ്ങളുടെ വികാസവുമായിരുന്നു ഈ കാലഘട്ടത്തിന്റെ സവിശേഷത. സാങ്കേതിക വിദ്യ, കലാ, സാമൂഹിക സംഘടന എന്നിവയിലെ പ്രധാന ശ്രദ്ധേയമായ പുരോഗതിയും ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. ഇനി കോസ്കർ ഗുഹയെക്കുറിച്ച് പറയാം. കോസ്കർ ഗുഹ ഫ്രാൻസിലെ മാർസേയിലുള്ള ക്യാപ് മോർജുവിനടുത്താണ് കോസ്കർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രതലത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ ഗുഹയാണ് കോസ്കർ ഗുഹ. ഈ ഗുഹയെ പ്രസക്തമാക്കിയിരിക്കുന്നത് അതിൽ കണ്ടെത്തിയ പാലിയോലിത്തിക് കാലത്തെ ചിത്രങ്ങളും കല്ലിൽ കൊത്തിയെടുത്ത രൂപങ്ങളുമാണ്. ഈ ഗുഹ കടലിനടിയിലായി സ്ഥിതി ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവാസമുണ്ടായിരുന്ന ഈ ഗുഹയിൽ ഗുഹാ ചിത്രീകരണങ്ങളും കൊത്തുപണികളും കാണുവാൻ സാധിക്കും. ഏകദേശം 37 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ പ്രവേശന കവാടം പണ്ട് കടലിന് മുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കോസ്കർ ഗുഹ കടലിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുഹയുടെ ഭിത്തികളിൽ ഏകദേശം 600ഓളം ഗുഹാ ചിത്രങ്ങളും കൊത്തുപണികളുമുണ്ട്. ഇതിൽ കുതിരകൾ, കാട്ടുപോത്തുകൾ, ആടുകൾ, സീലുകൾ എന്നിവയും മനുഷ്യന്റെ കൈകളുടെ സ്റ്റെൻസിലുകളും കാണാം. ഈ ചിത്രീകരണങ്ങളെല്ലാം 20,000 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അക്കാലത്തെ മനുഷ്യജീവിതത്തെയും കലയെയും പറ്റിയുള്ള വിവരങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുന്നു. ഈ ഗുഹ ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതത്തെയും കലയെയും പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. 1985 ഹെൻറി കോസ്കർ എന്ന ഡൈവറാണ് ഈ ഗുഹ കണ്ടെത്തിയത്. കാസിസിലെ ഒരു ഡൈവിംഗ് ക്ലബിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഹെൻറി കോസ്കർ ഈ ഗുഹ കണ്ടെത്തുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കും പിന്നീട് സുഹൃത്തുക്കളോടൊപ്പവും ഈ ഗുഹ പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങി. അവസാനത്തെ ഹിമയുഗത്തിനു ശേഷം സമുദ്രനിരപ്പ് ഉയർന്നതിനാൽ ഗുഹയുടെ പ്രവേശന കവാടം ഇപ്പോൾ 121 അടി വെള്ളത്തിനടിയിലാണ്. ഈ ഗുഹയുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് ഇതിന്റെ പ്രവേശന കവാടം കടലിനടിയിലായതിനാൽ ഇത് പല കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നതാണ്. എന്നാൽ കടൽ നിരപ്പ് ഉയരുന്നതിനാൽ ഗുഹയുടെ ഏകദേശം 80% ഭാഗവും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഇത് ഈ പുരാവസ്തുക്കളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ഇപ്പോൾ കോസ്കർ ഗുഹയുടെ ഒരു പകർപ്പ് കോസ്കർ മെഡിറ്ററാനി എന്ന പേരിൽ മാർസയിൽ സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കണ്ടാലും കടലിന്റെ ഇരുണ്ട താഴ്വാരങ്ങളിൽ പഴയ മനുഷ്യരുടെ ശബ്ദങ്ങൾ ഇപ്പോഴും മങ്ങിപ്പോകാതെ മുഴങ്ങുന്നുണ്ടോ എന്ന് ആർക്കാണ് ഉറപ്പോടെ പറയാൻ കഴിയുക?